2000 അടുപ്പിച്ച ഒരു സമയത്താണ്. അന്ന് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലുള്ള സമയത്താണ് ഖദറിട്ട ഒരു മനുഷ്യൻ, ഖദറിട്ട ആരും യൂണിവേഴ്സിറ്റി കോളേജിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഖദറിട്ടൊരു മനുഷ്യൻ അവിടെ വരുന്നു. എന്തിനാണ് വന്നത്? അയാൾക്ക് ഗൾഫ് കൺട്രീസിൽ ഏതോ ഒരു നാട്ടിൽ ജോലി കിട്ടുന്നു. പക്ഷേ ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ അറബിക്കിലായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ ആ അറബിക് ഒന്ന് വായിച്ച് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും ഒന്ന് തർജ്ജമ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാനായിട്ടാണ് ഇദ്ദേഹം അവിടെ കയറി വരുന്നത്. പക്ഷേ ഇട്ടിരുന്നതൊരു ഖദർ ഉടുപ്പാണ്. ആ ക്യാമ്പസിനകത്ത് ഖദർ അലർജി ഉണ്ട് എന്നുള്ളത് ആ പാവത്തിന് അറിഞ്ഞുകൂടാ. അങ്ങനെ കയറി വന്നപ്പോൾ തന്നെ SFIക്കാർ അവിടെ എപ്പോഴും ഇങ്ങനെ നിറയെ അവരുടെ ഒരു ആവാസ കേന്ദ്രമാണല്ലോ. അപ്പോൾ അവർ കണ്ടു ഇയാളെവിടെയാണ് പോകുന്നത്. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു. ഈ മനുഷ്യൻ ഇവരുടെ ഈ സ്വഭാവമൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഖദർ ഷർട്ട് ഊരിക്കളയണം എന്ന് പറഞ്ഞു. അയ്യോ, എനിക്കൊരു 10 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ, ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് കാണിച്ചു തന്നാൽ മതി, ഞാൻ അവിടെ പോയിട്ട് ഇതൊന്ന് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഉടനെ സ്ഥലം വിട്ടോളാം എന്ന് പറഞ്ഞു. ഉരുട എന്ന് പറഞ്ഞിട്ട് അയാൾ അയ്യോ എന്തിനായെന്നോ മറ്റേ ചോദിച്ച് കാണണം, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും അയാളെ ഉടുപ്പ് വലിച്ചു കീറി പൊതിരെ തല്ലി. അയാൾ ആ തല്ലും കൊണ്ട് വന്ന കാര്യം നടത്താതെ തന്നെ തിരിച്ചോടി. അതാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടുത്തെ ആ ക്യാമ്പസ് രാഷ്ട്രീയം അവിടെ ഞാൻ മനസ്സിലാക്കിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇടിമുറിയൊന്നില്ല, പക്ഷേ എവിടെ വേണമെങ്കിലും ഇടിമുറിയാക്കി അവർ മാറ്റും. അതാണ് അവരുടെ സ്വഭാവം. പക്ഷേ സാധാരണ രീതിയിൽ കൊടുത്തിരിക്കുന്ന യൂണിയൻ മുറി, അവിടെയാണ് കുട്ടികളെ കൊണ്ടുപോയി ക്രോസ് വിസ്താരമൊക്കെ നടത്തുന്നത്. ആ ക്രോസ് വിസ്താരത്തിനിടയ്ക്ക് അവർ ആവശ്യപ്പെടുന്ന രീതിയിലല്ല റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ അവനെ കൈകാര്യം ചെയ്യും, ആ കുട്ടിയെ കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ അവിടെ പെയിൻറ്റിങ് ജോലിയൊക്കെ നടത്തിയിരുന്ന തൊഴിലാളികളൊക്കെ മറ്റു പല കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പസിനകത്ത് നടക്കുന്ന അതൊന്നും ഇവിടെ വിളിച്ചു പറയാൻ എനിക്ക് താല്പര്യമില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളെപ്പറ്റിയും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താൻ സമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, രാജഭരണകാലത്ത് ഉണ്ടാക്കിയ ഫർണിച്ചറും ഒക്കെയാണെന്ന്. ഈ ഫർണിച്ചറും അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് ലാബുകളുണ്ട്. 22 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള കോളേജാണ്. അതിലെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ വളരെ നല്ല ലാബുകളും ഉണ്ട് അവിടെ. ഒരുപാട് ഡോക്ടറേറ്റുള്ള അധ്യാപകരും എല്ലാം ഉള്ളതാണ്. ആ ഡോക്ടറേറ്റുള്ള അധ്യാപകരെല്ലാം അവരാരും പാർട്ടി പ്രവർത്തകരിൽ ഉള്ളവരുണ്ട്. പക്ഷേ ഈ പാർട്ടി പ്രവർത്തകരല്ലാത്ത അധ്യാപകരൊക്കെ ഒന്നാന്തരം അധ്യാപകരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലാബൊക്കെ നല്ലവണ്ണം വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ആ ലാബിലെ പല എക്യുപ്മെൻറ്റ്സും നഷ്ടപ്പെടുന്നു, മോഷണം പോകുന്നതാണ്. അതുപോലെ അവിടുത്തെ ഫർണിച്ചർ മോഷണം പോകുന്നു. ഇങ്ങനെ ധാരാളം മോഷണ കേസുകളൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നടക്കാറുണ്ട്. പക്ഷേ അതൊന്നും പുറത്തു വരാറില്ലാത്തത് എന്തുകൊണ്ടാണ്? AKGCT പറയുന്നതിനപ്പുറം അവിടെ ഒന്നുമില്ല. അവരെല്ലാം ഹഷപ്പ് ചെയ്യും, ഇതൊന്നും പുറത്തറിയരുത്. കാരണം അറിഞ്ഞാൽ വേറെ അന്വേഷിക്കാൻ, അതായത് ഏറെ ചെല്ലുവോളം അവിടെ SFIയുടെ സാന്നിധ്യം, അവരിൽ കുറേ പേരൊക്കെ ക്യാമ്പസിൽ തന്നെയാണ് കിടന്ന് ഉറക്കം വരെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്ന ക്യാമ്പസിലേക്ക് ഒരു കള്ളനും കയറി വന്ന് ഇത്തരം മോഷണങ്ങൾ നടത്താൻ തയ്യാറാകുകയില്ലെന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യം. എങ്കിലും ക്യാമ്പസിൽ നിന്ന് ധാരാളം മോഷണം പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആരോട് ചോദിക്കാനാണ്? ഇതൊക്കെ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഇതൊന്നും കോടതിയിൽ എത്തുന്നില്ല, ഇതൊന്നും അവിടെ ക്യാമ്പസിൽ വീണ്ടും തിരിച്ചുണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള അവസ്ഥകളൊക്കെ നാം മനസ്സിലാക്കണം. ഇതൊക്കെ എന്നേ നിർത്തേണ്ടതാണ്. ഇതൊക്കെ കോടതിയുടെ മുൻപിലെത്തേണ്ടതും കോടതി തീരുമാനങ്ങൾ എടുക്കേണ്ടതും ആക്ഷൻ എടുക്കേണ്ടതും നിർത്തലാക്കേണ്ടതുമാണ്, യാതൊരു സംശയവുമില്ലാത്ത. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോളേജിനെ പറ്റിയാണ് ഇടിമുറിയുണ്ടോ, ഇടിമുറിയിൽ നിന്ന് തന്നെ എൻ്റെ ഒരു വിദ്യാർത്ഥി, MA വിദ്യാർത്ഥിയെ ഞാൻ രക്ഷിച്ച കഥ ഞാൻ ഇതിനു മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ, അതായത് ഞാൻ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഓർക്കണം, എൻ്റെ ക്ലാസ് മുറിയിൽ അന്ന് 25 കുട്ടികളാണ് MAക്ക് ഉണ്ടായിരുന്നത്. ആ 25-ൽ ഈ ഇടിമുറിയിൽ അന്വേഷിച്ച് വന്ന കുട്ടി അന്ന് ആബ്സെൻ്റ് ആയിരുന്നു. അതും കഴിഞ്ഞിട്ട് അവന് പകരം അവൻ്റെ സുഹൃത്തിനെയാണ് പിടിച്ചുകൊണ്ട് പോയത്. ആ സുഹൃത്തും കഴിഞ്ഞ് പിന്നെ 23 കുട്ടികൾ. ആ 23 കുട്ടികളും ഞാനും ഒറ്റ അടിക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവനെ കാണുന്നില്ല. അതുകൊണ്ട് അവനെ അന്വേഷിച്ച് ഈ യൂണിയൻ റൂമിലേക്ക് ഞാൻ ചെല്ലുകയായിരുന്നു. എന്നോടൊപ്പം ബാക്കി 23 കുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ചെന്നതുകൊണ്ടാണ് അവന് മാരകമായി പരിക്കേക്കാതെ അവനെ അവിടെ നിന്ന് അവർ വിട്ടത്. അങ്ങനെ ഞാൻ ചെന്ന് അവനെ വന്നില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ അവസ്ഥയും സിദ്ധാർത്ഥൻ്റെ അവസ്ഥ പോലെയോ ഒക്കെ ആകുമായിരുന്നു. ഇപ്പം നമുക്കറിയാമല്ലോ, അവിടെ ഒരു പ്രിൻസിപ്പലിനെ നേരിട്ട് അടിച്ച് കൈകാര്യം ചെയ്ത എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ജനിച്ച്
കോളേജ് എത്തുവോളം വളർന്ന കുട്ടികൾ എങ്ങനെയാണ് ഇത്ര മോശം സംസ്കാരത്തിൻ്റെ ഉടമകളാകുന്നത് എന്ന് 2 മക്കളെ പ്രസവിച്ച ഞാൻ അന്തം വിട്ടു പോവുകയാണ്. ഒരിക്കലും മര്യാദയ്ക്ക് മക്കളെ മാതാപിതാക്കൾ വളർത്തുന്നുവെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം നടക്കുന്നുവെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാമ്പസിൽ പോയാലും മക്കൾ ഇതുപോലെ ആവുകയില്ലെന്ന് എൻ്റെ മക്കളെ സാക്ഷ്യം നിർത്തി തന്നെ ഞാൻ തുറന്നു പറയുകയാണ് ഈ ലോകത്തോട്. അപ്പം എന്താണ് വേണ്ടത്? നാം മാതൃകയാകണം നമ്മുടെ മക്കൾക്ക്. നല്ല കാര്യങ്ങളെ അവരെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കണ്ടാണ് നമ്മുടെ മക്കളും വളരുക. അവരെ ഏത് തരം ക്യാമ്പസിൽ ചെന്ന് പെട്ടാലും അങ്ങനെ മോശമായി പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ മക്കളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല, അല്ലാത്ത പല മക്കളും ഈ ക്യാമ്പസുകളിൽ എത്തുന്നുണ്ടാകാം. അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ എത്തിയിട്ട് എത്ര ക്യാപ്സ്യൂൾസ് കൊടുത്താലും നല്ല സ്വഭാവ രൂപീകരണം നടത്തിയവരെ ഇതുപോലെ മാറ്റി മറയ്ക്കാൻ പറ്റുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ പാർട്ടി പ്രതിസ്ഥാനത്താണ്. അതുപോലെ തന്നെയാണ് ഈ കുട്ടികളുടെയൊക്കെ ഇത്തരം തെറ്റായ നടപടികൾ എടുക്കുന്ന കുട്ടികളുടെയൊക്കെ മാതാപിതാക്കളും. അവർ വേണ്ടത്ര ശിക്ഷണത്തിൽ മക്കളെ വളർത്താത്തതുകൊണ്ട്, ശിക്ഷണം എന്ന് പറയുമ്പോൾ അടിച്ച് ഒക്കെ വളർത്തുക എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മക്കൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക, മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക, മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവം എങ്ങനെയാണോ ആ സ്വഭാവം തന്നെ മക്കൾക്കും വന്നു ചേരും സാധാരണ രീതിയിൽ. അപ്പം അങ്ങനെ ആ ഒരു നല്ല മാതൃകകൾ കേരളത്തിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടാകാം ഇത്ര അക്രമാസക്തമായ ഒരു ക്യാമ്പസ് രാഷ്ട്രീയം ഇവിടെ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിലേക്കൊന്ന് നോക്കിയാലോ. ആ ബജറ്റിലൊക്കെ നമ്മുടെ ക്യാമ്പസുകളെ എന്താണ് പറയുക, ആഗോള തലത്തിൽ സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് കുറേ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്നെന്ന് വിചാരിച്ച് നമുക്ക് വലിയ സാമ്പത്തിക ലാഭമോ ഒന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നോ, കാനഡയിൽ നിന്നോ, ഓസ്ട്രേലിയയിൽ നിന്നോ, അമേരിക്കയിൽ നിന്നൊക്കെ കുട്ടികൾ പഠിക്കാൻ വരികയാണെങ്കിൽ അത് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കും ഇവിടെ. അതായത് നമ്മൾ ആലോചിക്കണം, ഇപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് 90,000 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മാത്രമുള്ള കണക്ക് ഞാൻ നോക്കിയില്ല, നോൺ പെർഫോമിംഗ് അസറ്റ്സ് കിട്ടാക്കടമായി മാറിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വായ്പ എടുത്ത് വിദേശത്ത് പഠിക്കാൻ പോയവർ തിരിച്ചടയ്ക്കാത്ത വായ്പയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ 90,000 കോടി രൂപ. റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആർക്കും പോയി നോക്കിയാൽ കിട്ടും. അപ്പം അത്രയും രൂപ കിട്ടാക്കടമാണെന്ന് ഓർക്കണം. അതോടൊപ്പം തന്നെ എന്തുമാത്രം പണം ചെലവഴിച്ചാൽ ഒരുപാട് പണം ഇവിടെ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കപ്പെടുന്നുണ്ട്. സത്യസന്ധരല്ലാത്തവരാണല്ലോ ഇത് കിട്ടാക്കടമാക്കി മാറ്റുന്നത്. വിദേശത്ത് പോയി ജോലി ചെയ്തിട്ടും പണം സമ്പാദിച്ചിട്ടും പഠിക്കാൻ വായ്പയെടുത്ത് കൊണ്ടുപോയ പണം തിരിച്ചടയ്ക്കാത്തവർ, സ്വഭാവ ദൂഷ്യം ആണ്, അവരുടെ സ്വഭാവ ദൂഷ്യമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം അത്തരക്കാരുണ്ട്. അതേ സമയത്ത് അല്ലാതെ പഠനത്തിന് പണം കൊണ്ടുപോയി ആ പണം ഉപയോഗിച്ച്, അപ്പോൾ അത് ഇവിടെ നിന്നുള്ളൊരു ഫിസിക്കൽ ഡ്രെയിനാണ്, ഫിനാൻഷ്യൽ ഡ്രെയിൻ എന്നല്ല പറയേണ്ടത്, ഫിനാൻഷ്യൽ ഡ്രെയിനാണ്. ഇവിടുന്ന് ബ്രെയിൻ മാത്രമല്ല ഇതര രാജ്യങ്ങളിലേക്ക് ഒഴുകി പോകുന്നത്, നമ്മുടെ ഫിനാൻസും കൂടി മറ്റ് രാജ്യങ്ങളിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്യാമ്പസുകൾ വഷളായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം, അതായത് ഈ കേരളം ഇനി ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്നു വരാൻ ബുദ്ധിമുട്ടാണ്. ഈ CPM ഭരണം ഇങ്ങനെ ഈ LDF ഭരണം ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ കേരളം ഇനി ഒരിക്കലും ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു സംസ്ഥാനമായി മാറില്ല. അവർക്കതിന് എക്സാമ്പിളായിട്ട് വെസ്റ്റ് ബംഗാളുണ്ട്. വെസ്റ്റ് ബംഗാൾ 35 വർഷം തുടർച്ചയായിട്ട് CPM ഭരിച്ചാണ് ഇതുപോലെ നശിപ്പിച്ചിരിക്കുന്നത്. മമതാ ബാനർജി ഇപ്പോൾ 14 വർഷമായിട്ട് കഷ്ടപ്പെടുകയാണ്. എന്നിട്ടും കേരളത്തേക്കാൾ കൂടുതൽ കടമാണ് ഇപ്പോഴും വെസ്റ്റ് ബംഗാളിന്. കാരണം അന്ന് CPM ആക്കിയിട്ടിരുന്ന ദുരവസ്ഥയിൽ നിന്ന്, ആ കടക്കണിയിൽ നിന്ന് വെസ്റ്റ് ബംഗാളിനെ പൊക്കിയെടുക്കാൻ ഇതുവരെ മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടില്ല. അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതുപോലെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വീണ്ടും കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബോധമുള്ള കുട്ടികൾ, ബുദ്ധിയുള്ള കുട്ടികൾ, അവർക്കറിയാം, അവരുടെ മാതാപിതാക്കൾക്കറിയാം ഇവിടെ തൊഴിലവസരങ്ങളോ ഇവിടെ വ്യാവസായിക അന്തരീക്ഷമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ എങ്ങനെയെങ്കിലും പോയി പഠിച്ച് രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാവരും ഒന്നും അവിടെ ഏറ്റവും നല്ല തൊഴിലവസരങ്ങൾ നോക്കി പോകുന്നവരല്ല. ഒരുപാട് പേരും കെയർ ഇക്കോണമിയിലേക്കാണ് പോകുന്നത്. എന്താണ് ഈ കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ? കെയർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ 60+ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ. അപ്പോൾ അവിടെ ഈ 60 കഴിഞ്ഞവരെ നോക്കാനായിട്ട് അവിടെ ഉള്ള മക്കൾ ഉയർന്ന ശമ്പളം കൊടുത്ത് വീട്ടിലെ നഴ്സിംഗ് ജോലി, അതായത് മാതാപിതാക്കളെ നോക്കുക എന്നുള്ള ജോലി, അതാണ് കെയർ ഇക്കോണമി കൊണ്ട് അധികം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം കെയറിങ് ജോലിക്ക് വേണ്ടിയാണ് ഈ പോകുന്ന ഒരുപാട് പേരും എത്തിപ്പെടുന്നത്. ഇവിടെ സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ ആരുമില്ലാതെ അനാഥരാക്കി ഇട്ടിട്ടാണ് ഇതിലധികം പേരും അവിടെ പോയി കുടിയേറി പാർക്കുന്നതും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ കേരളത്തെ ശരിക്കും ഒരു ദുരവസ്ഥയിലേക്കാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയം തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ, അതായത് കേരള ഇക്കോണമി ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ കാപട്യത്തിൽ നിന്നും മൃഗീയതയിൽ നിന്നും രക്ഷപ്പെട്ട് ഇവിടെ ആർക്കും പഠിക്കാനും എഴുതാനും, അതായത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാമ്പസ് ആയിട്ട് കേരള ക്യാമ്പസുകൾ മാറിയില്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ വിവിധ യൂണിവേഴ്സിറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള പഠനം വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് ഒഴുകും. ഇവിടെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായിട്ട് മാറും. അങ്ങനെ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ഉന്നമനം പ്രാപിക്കും. ഇവിടെ വ്യാവസായിക അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരും എന്നൊക്കെയുള്ള കഥകൾ കെട്ടുകഥകളായിട്ട് തന്നെ കിടക്കുകയുള്ളൂ. ഈ അന്തരീക്ഷം മാറി നല്ല സ്വച്ഛമായ ക്യാമ്പസുകൾ കേരളത്തിൻ്റെ മുഖമുദ്രയായി തീരുന്നോളം വരെ